നമുക്ക് 21 അംഗങ്ങളടങ്ങിയ ഏരിയ കമ്മിറ്റി അംഗങ്ങളെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. അതിനെ സംബന്ധിച്ചുള്ള ഒരു നിർദ്ദേശം അവിടെ അവതരിപ്പിക്കുകയും ആ നിർദ്ദേശം ഏകകണ്ഠമായി തന്നെ അംഗീകരിക്കുകയും ചെയ്യും. ആ നിർദ്ദേശമനുസരിച്ച് 1 ഞാൻ പി ബാബു, 2 നമ്മുടെ പ്രസന്നകുമാർ, 3 ജി രാധാകൃഷ്ണൻ, 4 ആർ പ്രദീപ്, എ സമ്പത്ത് മുൻ എം പി, വി കെ പ്രശാന്ത് MLA, ജഗതി മോഹനൻ, എം രാജേഷ്, കെ എൽ ജിജി, എസ് പ്രേമൻ, ബിനു IP, RS കിരൺദേവ്, എസ് ശശിധരൻ, എ സുനിൽകുമാർ, എച്ച് ജയചന്ദ്രൻ, KR മധുസൂദനൻ, JP ജഗദീഷ്, MA വിദ്യാമോഹൻ, BS ശ്യാമ, എസ് ഷാഹിൻ, KD ശോഭനകുമാരി, അങ്ങനെ 21 പേരടങ്ങിയ ഒരു കമ്മിറ്റിയെയും തെരഞ്ഞെടുക്കുകയുണ്ടായി. പിന്നെ 18 പേരടങ്ങിയ ഒരു പ്രതിനിധികളെയും തെരഞ്ഞെടുത്തു. ആ പേരുകളെല്ലാം തന്നെ ഞാൻ വായിച്ച് സമയം നഷ്ടപ്പെടുത്തുന്നില്ല. അങ്ങനെ നമ്മളെ സമാപന സമ്മേളനം ഇന്ന് വളരെ ഭംഗിയായി ഗംഭീരമായി തന്നെ നമുക്ക് ആഘോഷപൂർവ്വം ഇവിടെ എത്തിച്ചേർന്നതിലേക്ക് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ റോഡ് ക്ലോസ് ചെയ്ത് സ്റ്റേജ് കെട്ടി എന്നുള്ള ആക്ഷേപം ഞങ്ങളെല്ലാം പരിശോധിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിനുള്ള അനുവാദവും വാങ്ങി. അതോടൊപ്പം തന്നെ ഒരു റോഡിലൂടെ യഥേഷ്ടം വാഹനങ്ങൾ പോകാനുള്ള സൗകര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ജനറൽ ഹോസ്പിറ്റൽ റോഡ് സ്മാർട്ട് സിറ്റിക്കാർ റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ജാഥ വരുന്നതിലേക്ക് വേണ്ടി മാത്രമാണ് തുറന്നത്. ഇന്ന് ക്ലോസ് ചെയ്ത് അവിടുത്തെ വാട്ടർ ലൈൻ, പുതിയ ലൈൻ സ്ഥാപിക്കാനും അത് മറ്റേതിലോട്ട് കണക്ട് ചെയ്യുന്നതിലേക്ക് വേണ്ടി ആ റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിന് തെറ്റായ വാർത്തകൾ നൽകിയ മാധ്യമങ്ങളെ തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. അത് യാഥാർത്ഥ്യം അറിയുന്നതിലേക്ക് വേണ്ടി കൂടി മാത്രമാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്.